നമസ്കാരം. MIL മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ PMJAYനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ കാർഡുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ കാർഡിൻ്റെ ഉപയോഗങ്ങൾ ഓരോ ദിവസവും പുതിയ ഹോസ്പിറ്റലിൽ വരികയും അതിൻ്റെ ഉപയോഗങ്ങൾ വർദ്ധിക്കുകയുമാണ്. ആദ്യ സമയങ്ങളിലെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ മാത്രമായിരുന്നെങ്കിൽ പിന്നീട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കൂടി ഈ കാർഡിൻ്റെ ഉപയോഗം വരികയും ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ആളുകൾ ഈ ഒരു കാർഡിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഈ കാർഡിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷേ 2017 മുതൽ ഈ കാർഡ് ആർക്കും പുതിയത് ലഭിക്കുകയോ അല്ലെങ്കിൽ പുതുക്കാനോ സാധിച്ചിരുന്നില്ല. 2017 വരെ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഉപകാരം ലഭിക്കുന്നത്. പിന്നീട് സർക്കാർ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നു. വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ വീട്ടിലെ മുഴുവൻ അംഗത്തിനും കാർഡ് ലഭിക്കുന്ന രൂപത്തിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നു. നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ ആളുകൾക്കും ഈ കാർഡിൻ്റെ ഉപയോഗം കിട്ടിയ അതുമൂലം. പക്ഷേ അപ്പോഴും ഇത് പുതിയതെടുക്കാനുള്ളൊരു അവസരവും അല്ലെങ്കിൽ പുതിയതെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നുണ്ട്, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് വരുന്നുണ്ട്. ആദ്യ സമയങ്ങളിൽ ഇങ്ങനെയൊരു മെസ്സേജ് വന്ന ആളുകൾക്കായിരുന്നു ഈ ഒരു കാർഡ് എടുക്കാൻ അവസരമുണ്ടായിരുന്നത്. അന്ന് മെസ്സേജിന് പകരം പ്രധാനമന്ത്രിയുടെ ഒരു ലെറ്ററായിരുന്നു വന്നിരുന്നത്. ഈ ലെറ്ററുള്ള ആളുകൾക്കെല്ലാം ഈ ആരോഗ്യ ഇൻഷുറൻസ് അന്ന് ലഭിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഒരു മെസ്സേജ് രൂപത്തിലാണ് ഇത് വരുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് കൂടുതൽ അറിവായിട്ടില്ല. ഇലക്ഷൻ സമയത്ത് സാധാരണ വരുന്ന മെസ്സേജ് രൂപത്തിലുള്ളൊരു മെസ്സേജ് മാത്രമാണ് ഇപ്പോൾ വന്നത്. പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ, അത് പുതിയതെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമെല്ലാം നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. ഇപ്പോൾ വരുന്ന മെസ്സേജ് ഉള്ള ആളുകൾ ആ നമ്പർ ഒഴിവാക്കാതിരിക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ആരോഗ്യ ഇൻഷുറൻസുമായി ഇപ്പോൾ ഈ വരുന്ന മെസ്സേജിന് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അവർ തരുന്നില്ല. പക്ഷേ ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് വന്ന ആളുകൾക്ക് ചിലപ്പോൾ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ ചിലപ്പോൾ സാധിക്കും. അപ്പോൾ അതെല്ലാം കാത്തിരിക്കുക. ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നാലും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.